നമസ്കാരം, ആഘോഷയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ട്രാൻസിഷൻസ് അതുപോലെ ചില എഫക്റ്റുകളൊക്കെ ആടുന്നത് നമ്മൾ വീഡിയോ ക്ലിപ്പ് അങ്ങ് സ്ലോ ആവും, മൊത്തത്തിൽ സിസ്റ്റം ഒന്ന് നിൽക്കും, അല്ലെങ്കിൽ ആ ഒരു ഏരിയ ജമ്പ് ചെയ്ത് അങ്ങ് പ്ലേ ആവും. അപ്പോൾ നമുക്ക് അവിടെ എന്താ സംഭവിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവില്ല. ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്, നമുക്ക് സിമ്പിളായി സോൾവ് ചെയ്യാം. ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന് സ്പെക്ക് കൂട്ടുക എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നടക്കുന്ന ഒരു പരിപാടിയല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ചെറിയൊരു മെത്തേഡാണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കേട്ടോ. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ബേസിക്കൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതോ അറിയാത്തവരുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് വെബ്സൈറ്റിൽ ലിങ്ക് പോയി കഴിഞ്ഞാൽ അത് എഡിറ്റിംഗ് ഡെസ്ക് പേജ് ഉണ്ട്. അതിൻ്റെ അത് നമ്മൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ എഡിറ്റിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഡാവിഞ്ചിയുടെ ബേസിക് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കുക, എന്തെങ്കിലും ഭാഗങ്ങൾ വിട്ടു അതൊന്ന് കിട്ടുകയാണെങ്കിൽ ഉപകാരമായല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടേക്ക് ട്രാൻസിഷൻ ആഡ് ചെയ്യാണ്. ഞാൻ ഈ ഒരു ട്രാൻസിഷൻ ഇതിൽ ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റെക്കാൻ വേണ്ടി നോക്കിയിട്ട് സംഭവം സ്റ്റെക്കാകുന്നില്ല. സാധാരണഗതിയിൽ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു എന്തെങ്കിലും ഒരു എഫക്റ്റായിട്ട് അവിടെ ഒന്ന് എന്താ പറയുക, ഒന്ന് സ്റ്റെക്കായിട്ടൊക്കെ പ്ലേ ആവാറുള്ളായിരുന്നു. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഒരു സ്റ്റെക്ക് കണ്ടോ, ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ ആ ഒരു സ്റ്റെക്ക് പോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്താ ചെയ്യുന്നത്, ആദ്യം ഈ മൊത്തത്തിൽ ഈ ട്രാൻസിഷനും അതുപോലെ തൊട്ടടുത്തുള്ള രണ്ട് ക്ലിപ്പുകളും, ട്രാൻസിഷൻ ചെയ്യാൻ വെച്ച രണ്ട് ക്ലിപ്പുകളും ട്രാൻസിഷൻ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യും നമ്മൾ. എവിടെ ട്രാൻസിഷൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഓപ്ഷനേ വരുള്ളൂ. അതുപോലെ പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓപ്ഷൻ വരും. ഇത് ഞാൻ പറയാൻ കാരണം എന്താ പറയുക, നമ്മുടെ ഒരു ബേസിക് പഠിച്ചു വരുന്നൊരു സ്റ്റുഡൻറ്റ് മീൻസ് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കിട്ടുന്നില്ലല്ലോ എന്നുള്ള സംഭവം. എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ മൊത്തം സെലക്ട് ചെയ്യുക, തീരെ അറിയാത്തവർക്ക് വേണ്ടിയാണ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടില്ലേ. അതിനകത്ത് ഏറ്റവും മുകളിൽ ന്യൂ കോമ്പൗണ്ട് ക്ലിക്ക് എന്നുണ്ടാവും, അതൊന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും പേര് കൊടുക്കണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ ഇത് മൊത്തത്തിലൊരു കോമ്പൗണ്ട് ക്ലിപ്പായി. നോക്കിയോ, കണ്ടോ, ട്രാൻസിഷൻ അവിടെ ഉണ്ടാവും പക്ഷേ കാണില്ല. ഇപ്പോഴും സ്റ്റക്ക് തന്നെയാണല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ റെൻഡർ ഇൻ പ്ലേസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ റെൻഡർ ഇൻ പ്ലേസ് എന്നൊരു ഓപ്ഷൻ, അതിൻ്റെ അകത്ത് ഇതൊന്നും മാറ്റേണ്ട കാര്യമില്ല, ജസ്റ്റ് റെൻഡർ കൊടുക്കുക. എന്നിട്ട് എവിടെയാണോ റെൻഡർ ചെയ്ത് സേവ് ആവേണ്ടത് ആ ഒരു ഫോൾഡറും സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ റെൻഡർ ആയിട്ടോ. ഇപ്പോൾ റെൻഡർ ആകുന്ന സമയത്ത് ഒരു കാര്യം പറയട്ടെ, ഈ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, വാനിഷിംഗ് ആണ്. ഞങ്ങൾ രണ്ടുപേരും ഈ തുണി മേലോട്ട് എറിയുമ്പോൾ ഞങ്ങളെ കാണാണ്ടായിപ്പോൾ അതാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ഇത് കാണാൻ ആഗ്രഹമുള്ള ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ട്രാൻസാക്ഷൻ കണ്ടോ ഭയങ്കര സ്മൂത്തായില്ലേ, കണ്ട ഒരു പ്രശ്നമില്ല, വളരെ സ്മൂത്തായിട്ട്. ഇതുമാതിരി ഇത് മാത്രമല്ല, നമുക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സംഭവിക്കാം അല്ലേ. വേണമെങ്കിൽ ഇവിടെ എഫക്ട്സ് ഉണ്ടല്ലോ, ഈ ട്രാൻസിഷനും എഫക്റ്റുകളൊക്കെ എടുക്കാനും നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് സ്റ്റെക്കായിട്ട് എടുക്കാൻ വന്നത്. ഇനി അങ്ങനെ അല്ല പെട്ടെന്ന് കാണാതൊക്കെ ആയി പോവുകയാണെങ്കിൽ ഈ എഫക്റ്റിൻ്റെ ഉള്ളിലാണ് അവിടെ ഓൺ ചെയ്ത് ഓഫ് ചെയ്താൽ മതി. ഓക്കെ, അതൊക്കെ വെറുതെ പറയുന്നതെന്നുള്ളൂ. ചിലർക്കെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ എഫക്റ്റുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കോമ്പൗണ്ട് ക്ലിപ്പ് ആക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ റെൻഡർ ഇൻ പ്ലേസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ട് എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടോ ഇടുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.